മാത്യു കൊഴുന്നാടൻ ഇപ്പോൾ കയ്യേറ്റക്കാരനാണ്, 50 സെന്റിന്റെ കയ്യേറ്റക്കാരൻ. ആ കയ്യേറ്റ ഭൂമി ബോർഡ് വെച്ച് മാത്യു കൊഴുന്നാടനെ നല്ല ഒന്നാന്തരം കയ്യേറ്റക്കാരനാക്കി അപമാനിച്ചുകൊണ്ട് സർക്കാർ തിരിച്ചു പിടിക്കും എന്നും പറയുന്നു. ഇടുക്കിന്റെ ഹൈറേഞ്ച് മേഖലകളിൽ ഒരു പ്രത്യേകതയുണ്ട്. അവിടെ കുറച്ച് സ്ഥലം ആർക്കെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് സ്ഥലം അധികം ഉണ്ടാകും. അത് വിരിവെന്നാണ് പറയാ. അത് മലയോര പ്രദേശങ്ങളിലെല്ലാം ഉള്ള ഒരു സംവിധാനമാണ്. അവിടുത്തെ താലൂക്ക് സർവേയറെ കൊണ്ടുവന്നൊന്ന് അളപ്പിച്ചാൽ മതി, അളന്ന് കാണിച്ചു കൊടുക്കുക. ഇത് ഇത്രയാണ് നിങ്ങളുടെ ഭൂമി, ബാക്കി വിരിവാണ്, അത് ഞങ്ങൾ എടുക്കാട്ടോ എന്ന് പറഞ്ഞാൽ ഓക്കെ, നോ പ്രോബ്ലം. മൂപ്പർക്ക് ഒരു പ്രശ്നമില്ല. ഉദ്ദേശം അതൊന്നുമല്ല മൂപ്പരെ അപമാനിക്കുക. പക്ഷെ കുടുങ്ങുന്ന ആരാന്നറിയോ? ഇടുക്കിയിലെ CPM നേതാക്കളാ. അവരുടെ കുഴി അവരായിട്ട് തോണ്ടി എന്ന് പറയാതിരിക്കുന്ന വൃത്തിയില്ല. 50 സെന്റിന്റെ പട്ടയം മര്യാദയ്ക്ക് അളന്ന് അത് കൂടുതലുണ്ടെങ്കിൽ, സർക്കാർ ഭൂമി ഉണ്ടെങ്കിൽ അത് ഏറ്റെടുക്കുന്നതിന് പകരം അപമാനിക്കാനാണ്, രാഷ്ട്രീയമായിട്ട് മുതലെടുക്കാൻ വേണ്ടിയിട്ടാണ്, വെറുതെ ഇങ്ങനെ താറടിക്കാനാണ്, ഭൂമാഫിയായിട്ട് അല്ലെങ്കിൽ കയ്യേറ്റക്കാരനായിട്ട് ചിത്രീകരിക്കാനാണ് ഭാവം എന്നുണ്ടെങ്കിൽ MM മണിയും അദ്ദേഹത്തിന്റെ സഹോദരനും അടക്കം ഒരുപാട് പേര് കുടുങ്ങും. CPM പാർട്ടി പീസ് അടക്കം പൊളിച്ചെടുക്കേണ്ടി വരും.